ഹായ് വെൽക്കം ടു JM ലേൺ സെൻറ്റർ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്നൊരു സ്റ്റോറിയാണ് അല്ലേ. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് സെക്കൻഡ് പാർട്ടാണ് ഇന്ന് ചെയ്യുന്നത്. ഈ 10th പാരഗ്രാഫ് വരെയായിരുന്നു നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതുവരെയുള്ള സ്റ്റോറിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ. എന്താ സംഭവിച്ചത്? പല സൗണ്ടുകളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലും അതൊന്നും നമ്മുടെ ഈ ഡോക്ടർ അത്ര കാര്യമാക്കിയിരുന്നില്ല അല്ലേ. പിന്നെ പെട്ടെന്നൊരു ബാക്കിലൊരു വലിയ സൗണ്ട്, എന്തോ വന്നൊരു റബ്ബർ ട്യൂബ് പോലത്തെ എന്തോ സാധനം വന്ന് വീഴുന്ന പോലത്തെ സൗണ്ട് കേട്ടപ്പോൾ ഇയാൾ തിരിഞ്ഞു നോക്കിയതും ഒരു വലിയൊരു കോബ്ര ഇയാളുടെ ചെയറിലൂടെ ചുറ്റി ഇയാളുടെ തോളിലേക്ക് വന്ന് പതിച്ചതും ഒരേ സമയത്തായിരുന്നു അല്ലേ. സൈമിൾട്ടേനിയസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരേ സമയത്തായിരുന്നു. ഓക്കെ, ഇനി അതിൻ്റെ ബാക്കി നോക്കാം. I didn't jump, I didn't tremble, I didn't cry out. There was no time to do any such a thing. The snake slithered along my shoulder and coiled around my left arm above the elbow. The hood was spread out and its head was hardly 3 or 4 inches from my face. I didn't jump, ഞാൻ ചാടിയില്ല. I didn't tremble, ഞാൻ വിറച്ചതുമില്ല. I didn't cry out, ഞാൻ ഉറക്കെ കരഞ്ഞതുമില്ല. There was no time to do any such a thing. ഇതൊന്നും ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ലാണ്ടില്ല, പക്ഷെ എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള സമയം പോലും എനിക്ക് കിട്ടിയില്ല. The snake slithered along my shoulder and coiled around my left arm above the elbow. സ്നേക്ക് എന്ത് ചെയ്തു? അവിടുന്ന് ഇങ്ങനെ ഇഴഞ്ഞു വന്നിട്ട് എൻ്റെ ഇടത് കൈമുട്ടിന് മുകളിലായിട്ട് ചുറ്റിങ്ങനെ നിന്നു അല്ലേ. ദ ഹുഡ് മീൻസ് പത്തി അല്ലെ. മൂർഖൻ പാമ്പിന് പത്തി ഉണ്ടാവുമല്ലോ. ദ ഹുഡ് വാസ് സ്പ്രെഡ് ഔട്ട് ആൻഡ് ഇറ്റ്സ് ഹെഡ് വാസ് ഹാർഡ്ലി 3 or 4 inches ഫ്രം മൈ ഫേസ്. മൂർഖൻ പാമ്പ് ഇങ്ങനെ പത്തി വിടർത്തി ഇങ്ങനെ നിന്നു. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയ സമയത്താണ് അല്ലേ. അപ്പോൾ എൻ്റെ ഫേസും ഈ ഒരു ഹെഡും, മൂർഖൻ പാമ്പിൻ്റെ ഹെഡും തമ്മിൽ ഏകദേശം ഒരു 3-4 ഇഞ്ചിന്റെ ഡിസ്റ്റൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമുക്ക് ഈ ചിത്രത്തിൽ കാണാവുന്നതാണ്. കണ്ടോ? ഈ ഒരു പിക്ചറിൽ വളരെ ക്ലിയർ ആയിട്ട് അത് പറയുന്നുണ്ട്. കെറോസിൻ ലാമ്പ്, മിററ്, ബുക്ക്, ചെയർ, മാന്, അയാൾ ഹാങ്ഡ് ഡ്രസ്സസ് അല്ലേ. സ്നേക്ക് ഇങ്ങനെ ഇടത്തെ കൈമുട്ടിന് മുകളിലായിട്ട് ചുറ്റി ഇങ്ങനെ ഇയാളുടെ മുഖത്തേക്ക് അടുപ്പിച്ച് നിൽക്കുന്നതും കണ്ടല്ലോ. Yes, I would not be correct to say merely that I sat there holding my breath. I was turned to stone. But my mind was very active. The door opened into darkness. The room was filled with darkness. In the light of the lamp, I sat there like a stone image in the flesh. It would not be correct to say merely that I sat there holding my breath. ഞാൻ എൻ്റെ ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് കറക്റ്റ് ആയിരിക്കില്ല. പക്ഷെ എന്താണ്, I was turned to stone. ഞാനൊരു കല്ലായി മാറി അല്ലേ. അപ്പോൾ കല്ലിനെ മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ തീരെ മൂവ് ചെയ്യാൻ പറ്റും, ഒരു കല്ലിനെ പോലെ ആയിട്ട് ഇയാൾ മാറി എന്നാണ് പറഞ്ഞത്. ബട്ട് മൈ മൈൻഡ് വാസ് വെരി ആക്റ്റീവ്. പക്ഷെ എൻ്റെ ശരീരം മാത്രമേ സ്റ്റോണായി മാറിയിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ മനസ്സ് അത് വളരെ ഊർജ്ജസ്വലനായിരുന്നു, ആക്റ്റീവായിരുന്നു. ദ ഡോർ ഓപ്പൺഡ് ഇൻ ടു ഡാർക്ക്നെസ്. ആ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ എന്താണ്, നൈറ്റാണ്, ഇരുട്ടാണ് അല്ലേ. ദ റൂം വാസ് ഫിൽഡ് വിത്ത് ഡാർക്ക്നെസ്. ആ റൂമും ഒരു ഇരുട്ട് മൂടിയതുപോലെ തോന്നി. ഇൻ ദ ലൈറ്റ് ഓഫ് ദ ലാമ്പ്, ആ ലാമ്പിന്റെ, ആ കെറോസിൻ ലാമ്പിന്റെ, മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ, ഐ സാറ്റ് ദർ ലൈക്ക് എ സ്റ്റോൺ ഇമേജ് ഇൻ ദ ഫ്ലഷ്. ആ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ നോക്കിയാൽ നമുക്ക് എന്ത് തോന്നും? മാംസം കൊണ്ടുണ്ടാക്കിയ ഒരു കല്ലിന്റെ ഇമേജ് ആയിട്ട് നമുക്ക് ഇയാളെ തോന്നും. അത്രയും ഇയാൾ അനങ്ങാൻ പറ്റാതെ ശ്വാസം പോലും വിടാതെ ഇരിക്കുകയാണ്. ഐ ഫെൽറ്റ് ദെൻ ദ ഗ്രേറ്റ് പ്രസൻസ് ഓഫ് ദ ക്രിയേറ്റർ ഓഫ് ദിസ് വേൾഡ് ആൻഡ് ദിസ് യൂണിവേഴ്സ്. God was there. Suppose I said something and he did not like it. I tried in my imagination to write in bright letters outside my little heart the words of God. I felt the great presence of the creator of this world. Creator of this world എന്ന് പറഞ്ഞാൽ ഈ ലോകം പടച്ചിട്ടുള്ള ആള് അഥവാ സൃഷ്ടാവ് അല്ലേ. അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ അപ്പോൾ ശരിക്കും പറഞ്ഞു. ആൻഡ് ദിസ് യൂണിവേഴ്സ്, ഈ പ്രപഞ്ചത്തിന്റെയും ഈ ലോകവും ഈ പ്രപഞ്ചവും ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടാവിന്റെ സാന്നിധ്യം അപ്പോൾ ഞാൻ അറിഞ്ഞു.
ഗോഡ് വാസ് ദർ, അവിടെ ദൈവം ഉണ്ടായിരുന്നു. സപ്പോസ് ഐ സെഡ് സംതിങ് ആൻഡ് ഹി ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്, ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ലായിരിക്കാം. ഐ ട്രൈഡ് ഇൻ മൈ ഇമാജിനേഷൻ ടു റൈറ്റ് ഇൻ ബ്രൈറ്റ് ലെറ്റേഴ്സ് ഔട്ട്സൈഡ് മൈ ലിറ്റിൽ ഹേർട്ട് ദ വേർഡ്സ്. എനിക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ, അപ്പോൾ ഞാൻ ഒരു ഇങ്ങനെ മനസ്സിൽ കാണുകയാണ് എന്ത്, അങ്ങനെ എൻ്റെ ഹൃദയത്തിന് പുറത്ത് ഞാൻ ഓ ഗോഡ് എന്ന് എഴുതുന്ന, ദൈവമേ എന്ന ഒരു ലെറ്റേഴ്സ് എഴുതുന്നതായിട്ട് ഞാൻ ഇമാജിൻ ചെയ്തു. There was some pain in my left arm. It was as if a thick leaden rod, no, a rod made of molten fire was slowly but powerfully crushing my arm. The arm was beginning to be drained of all strength. What could I do? There was some pain in my left arm. എൻ്റെ ലെഫ്റ്റ് ആം, എൻ്റെ ഇടത് കൈ വേദനിക്കുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് ആസ് ഇഫ് എ തിക്ക് ലെഡൻ റോഡ്, നോ, എ റോഡ് മെയ്ഡ് ഓഫ് മോൾട്ടൺ ഫയർ വാസ് സ്ലോലി ബട്ട് പവർഫുള്ളി ക്രഷിങ് മൈ ആം. അത് എന്തുപോലെയായിരുന്നു? നല്ല ഉരുക്കി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലെഡൻ റോഡ് ഇങ്ങനെ എൻ്റെ കൈ ഇങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ട് എൻ്റെ കൈ ക്രഷ് ചെയ്യുന്ന പോലെയായിരുന്നു അത് ഉണ്ടായിരുന്നത്. ദ ആം വാസ് ബിഗിനിങ് ടു ബി ഡ്രെയിൻഡ് ഓഫ് ഓൾ സ്ട്രെങ്ത്. എൻ്റെ കൈക്ക് അതിൻ്റെ എല്ലാ ശക്തിയും നഷ്ടപ്പെടുന്നത് പോലെ തോന്നി. വാട്ട് കുഡ് ഐ ഡു? പക്ഷെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? At my slightest movement, the snake would strike me. Death lurked 4 inches away. Suppose it struck, what was the medicine I had to take? There were no medicines in the room. I was but a poor, foolish and stupid doctor. I forgot my danger and smiled feebly at myself. At my slightest movement the snake would strike me. എൻ്റെ ഒരു നേരിയ അനക്കം പോലും എന്ത് ചെയ്യാൻ കാരണമാകും? സ്നേക്ക്, പാമ്പ് എന്നെ കൊത്തും. ഡെത്ത് ലേർക്ക്ഡ് 4 inches away. മരണം 4 ഇഞ്ച് അകലെ മാത്രം പതിയിരിക്കുന്നു. സപ്പോസ് ഇറ്റ് സ്ട്രക്ക്, അഥവാ ഇമാജിൻ ചെയ്യാം, അഥവാ അത് കൊത്തുകയാണെങ്കിൽ, വാട്ട് വാസ് ദ മെഡിസിൻ ഐ ഹാഡ് ടു ടേക്ക്? എനിക്ക് ചെയ്യാൻ പറ്റുന്ന മെഡിസിൻ എന്താണ്? There were no medicines in the room. ആ റൂമിൽ മെഡിസിൻ ആയിട്ടൊന്നും തന്നെ ഇല്ലായിരുന്നു. ഐ വാസ് ബട്ട് എ പുവർ, ഫൂളിഷ് ആൻഡ് സ്റ്റുപ്പിഡ് ഡോക്ടർ. ഞാൻ എന്താണ്? ഒരു പാവപ്പെട്ട മണ്ടനായിട്ടുള്ളൊരു ഡോക്ടറാണ്. ഐ ഫോർഗോട്ട് മൈ ഡേഞ്ചർ. ഞാൻ എൻ്റെ അപകടം മറന്നുപോയി. ആൻഡ് സ്മൈൽഡ് ഫീബ്ലി അറ്റ് മൈ സെൽഫ്. എന്നിട്ട് ഞാൻ എന്നോട് തന്നെ സ്വയം ഒന്ന് പുഞ്ചിരിച്ചു. It seemed as if God appreciated that. The snake turned its head, it looked into the mirror and saw its reflection. I do not claim that it was the first snake that had ever looked into a mirror, but it was certain that the snake was looking into the mirror. Was it admiring its own beauty? Was it trying to make an important decision about growing a mustache or using eyeshadow and mascara or wearing a vermilion spot on its forehead? എന്താ പറഞ്ഞേ? ഇവിടെ സ്നേക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഇറ്റ് സീംഡ് ആസ് ഇഫ് ഗോഡ് അപ്രീഷിയേറ്റഡ് ദാറ്റ്. എൻ്റെ ഈ ചിന്തകൾ അല്ലെ, ഇത് എൻ്റെ ഗോഡിന് ഇഷ്ടപ്പെട്ടതായിട്ട് എനിക്ക് തോന്നി. എന്താ കാരണം? ദ സ്നേക്ക് ടേൺഡ് ഇറ്റ്സ് ഹെഡ്. സ്നേക്ക് ആ മുഖം ഒന്ന് തിരിച്ചു. ഇറ്റ് ലുക്ക്ഡ് ഇൻ ദ മിറർ ആൻഡ് സോ ഇറ്റ്സ് റിഫ്ലക്ഷൻ. അത് ആ മിററിലേക്ക്, ആ വലിയ മിററിലേക്ക് നോക്കുകയും അതിൻ്റെ റിഫ്ലക്ഷൻ, പ്രതിബിംബം അതിൽ കാണുകയും ചെയ്തു. I do not claim that it was the first snake that had ever looked into a mirror. ഞാൻ ഒരിക്കലും വാദിക്കുന്നില്ല എന്തേ ഈ സ്നേക്ക് ആയിരിക്കും ആദ്യമായിട്ട് കണ്ണടയിലേക്ക് നോക്കിയ പാമ്പ് എന്ന് ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ബട്ട് ഇറ്റ് വാസ് സർട്ടൻ ദാറ്റ് ദ സ്നേക്ക് വാസ് ലുക്കിംഗ് ഇൻ ടു ദ മിറർ. പക്ഷെ ഒരു കാര്യം ഉറപ്പായത് എന്ത്? സ്നേക്ക് കണ്ണാടിയിലേക്ക് തന്നെയായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. വാസ് ഇറ്റ് അഡ്മയറിംഗ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി? കണ്ണാടിയിൽ നോക്കി സ്വന്തം ബ്യൂട്ടി ആസ്വദിക്കുകയാണോ? Was it trying to make an important decision about growing a mustache? അതൊരു സുപ്രധാനമായിട്ടുള്ള തീരുമാനം എടുക്കുകയാണോ? എന്ത്? about growing a mustache, ഒരു മീശ വളർത്തുന്നതിനെ കുറിച്ച്. ഓർ യൂസിങ് ഐഷാഡോ, അല്ലെങ്കിൽ എന്ത്? ഒരു ഐഷാഡോ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച്. ആൻഡ് മസ്കാര, അല്ലെങ്കിൽ ഒരു മസ്കാര. ഓർ വിയറിങ് എ വെർമിലിയൻ സ്പോട്ട് ഓൺ ഇറ്റ്സ് ഫോർഹെഡ്. എന്താണ് വെർമിലിയൻ സ്പോട്ട്? സിന്ദൂരം അല്ലെ, നെറ്റിയിലൊരു സിന്ദൂരം അണിയുന്നതിനെ കുറിച്ചോ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയാണോ? I did not know anything for certain. What sex was the snake? Was it male or female? I will never know. For the snake unwound itself from my arm and slowly slithered into my lap. From there it crept onto the table and moved towards the mirror.
Perhaps it wanted to enjoy its reflection at closer quarters. I did not know anything for certain. എനിക്ക് ഒരു കാര്യം തീർച്ചയായിട്ട് അറിയില്ലായിരുന്നു. What sex was the snake? ആ സ്നേക്കിന്റെ സെക്സ് എന്തായിരിക്കും? വാസ് ഇറ്റ് മെയിൽ ഓർ ഫീമെയിൽ? അത് ആണാണോ പെണ്ണാണോ? ഐ വിൽ നെവർ നോ. അതൊന്നും എനിക്കറിയില്ല. For the snake unwound itself from my arm and slowly slithered into my lap. എന്ത് ചെയ്തു? ഇതിങ്ങനെ കണ്ണാടിയിലെ ആ റിഫ്ലക്ഷൻ, പ്രതിബിംബം നോക്കി നോക്കി അവസാനം പാമ്പ് സ്വയം ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും അൺവൗണ്ട് ചെയ്തു അല്ലെ, ചുറ്റഴിച്ചിട്ട് മെല്ലെ എൻ്റെ ലാപ്പ് പറഞ്ഞ മടിത്തട്ടിലേക്ക് ഇഴഞ്ഞു. അവിടെ നിന്ന് പിന്നെ എങ്ങോട്ട് പോയി? ഫ്രം ദർ ഇറ്റ് ക്രപ്റ്റ് ഓൺ ടു ദ ടേബിൾ. അവിടെ നിന്നും അവൻ ആ ടേബിളിലേക്ക് ഇഴഞ്ഞു നീങ്ങി. ആൻഡ് മൂഡ് ടുവാർഡ്സ് ദ മിറർ. എന്നിട്ട് കണ്ണാടിയുടെ അടുത്തേക്ക് നീങ്ങി. പെർഹാപ്സ്, ഒരു പക്ഷേ, ഇറ്റ് വാണ്ടഡ് ടു എൻജോയ് ഇറ്റ്സ് റിഫ്ലക്ഷൻ അറ്റ് ക്ലോസർ ക്വാർട്ടേഴ്സ്. അത് ചിലപ്പോൾ എന്തിനു തീരുമാനിച്ചിട്ടുണ്ടാവും? ഒരു പക്ഷേ അതിന്റെ പ്രതിബിംബം, റിഫ്ലക്ഷൻ ഒന്നുകൂടെ അടുത്ത് ആസ്വദിക്കണം എന്ന് തോന്നിയിട്ടുണ്ടാവാം. ഇതുവരെ മനസ്സിലായല്ലോ? യെസ്. Next paragraph. I was no mere image cut in granite. I was suddenly a man of flesh and blood. Still holding my breath, I got up from the chair. I quietly went out through the door into the veranda. From there, I leapt into the yard and ran for all I was worth. അല്ലേ, ഇപ്പം എന്ത് സംഭവിച്ചു? പാമ്പ് കയ്യിൽ നിന്നും ഇയാളുടെ ശരീരത്തിൽ നിന്നും ഇഴഞ്ഞു പോയിട്ട് ടേബിളിൽ കയറി കണ്ണാടിയിൽ നോക്കി നിൽക്കുകയാണ്. ഐ വാസ് നോ മിയർ ഇമേജ് കട്ട് ഇൻ ഗ്രാനൈറ്റ്. ഞാൻ ഗ്രാനൈറ്റ് കൊണ്ട് ഉണ്ടാക്കിയൊരു ഇമേജ് ഒന്നല്ല. ഐ വാസ് സഡൻലി എ മാൻ ഓഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, ഞാനൊരു രക്തവും മാംസവും കൊണ്ടുണ്ടാക്കിയൊരു മാനാണ്, ഒരു മനുഷ്യനാണ്. സ്റ്റിൽ ഹോൾഡിംഗ് മൈ ബ്രീത്ത് ഐ ഗോട്ട് അപ്പ് ഫ്രം ദ ചെയർ. എന്നിട്ടും ഞാൻ എൻ്റെ ശ്വാസം അടക്കി പിടിച്ച് ഞാൻ ആ ചെയറിൽ നിന്നും എണീറ്റു. ഐ ക്വൈറ്റ്ലി went out through the door into the veranda. ഞാൻ മെല്ലെ എങ്ങോട്ട് ഡോർ കടന്ന് എങ്ങോട്ട് പോയി? വരാന്തയിലേക്ക് പോയി. From there I leapt into the yard. അവിടുന്ന് ഞാൻ മുറ്റത്തേക്ക് ചാടിയിട്ട് and ran for all I was worth. ഞാൻ എൻ്റെ ജീവനും കൊണ്ട് ഓടി അവിടുന്ന്. Phew. Each of us heaved a sigh of relief. All of us lit beadies. Somebody asked, "Doctor, is your wife very fat?" ഫ്യൂ എന്താണ്? അത് എവിടെയാണ് ഈ സ്റ്റോറി ഇപ്പോൾ സംഭവിക്കണോ? അല്ല, ഡോക്ടർ തൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിനോട് പറയാണ് അല്ലേ. അപ്പോൾ ഈച്ച് ഓഫ് അസ് ഹീവ്ഡ് എ സൈ ഓഫ് റിലീഫ്. അപ്പോൾ അവരൊരു ആശ്വാസത്തിൻ്റെ ഒരു ശ്വാസം അയച്ചു. ഓൾ ഓഫ് അസ് ലിറ്റ് ബീഡീസ്. എല്ലാവരും ഓരോ ബീഡി തെളിച്ചു. സംബഡി ആസ്ക്ഡ്, അതിലൊരാൾ ചോദിച്ചു, "ഡോക്ടർ, ഈസ് യുവർ വൈഫ് വെരി ഫാറ്റ്?" ഡോക്ടർ, നിങ്ങളുടെ ഭാര്യ തടിച്ചിട്ടാണോ? No, the doctor said, God willed otherwise. My life companion is a thin, reedy person with the gift of a sprinter. അല്ല, അങ്ങനെ എൻ്റെ വൈഫ് ഒരു ഫാറ്റ് ആയിട്ടുള്ള ആളല്ല അല്ലേ, തടിച്ചിട്ടല്ല. ഗോഡ് വിൽഡ് അതർവൈസ്. ദൈവത്തിന്റെ നിശ്ചയം മറ്റൊന്നായിരുന്നു. എന്താണ്? മൈ ലൈഫ് കമ്പാനിയൻ ഈസ് എ തിൻ റീഡി പേഴ്സൺ വിത്ത് ദ ഗിഫ്റ്റ് ഓഫ് എ സ്പ്രിന്റർ. സ്പ്രിന്റർ എന്ന് പറഞ്ഞാൽ ഈ റണ്ണിങ് കോമ്പറ്റീഷൻ, മത്സരോട്ടങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ഒരാൾ അല്ലെ, അങ്ങനത്തെ ഒരു അതിലൊക്കെ പങ്കെടുക്കുന്ന ഒരു മെലിഞ്ഞിട്ടുള്ള റീഡി പേഴ്സൺ അല്ലെ, മെലിഞ്ഞൊരു ആളായിരുന്നു എന്നാണ് പറയുന്നത്. Someone else asked, വേറൊരാൾ ചോദിച്ചത്, ഡോക്ടർ, when you ran, did the snake follow you? നിങ്ങൾ ഓടിയപ്പോൾ ആ സ്നേക്ക് നിങ്ങളെ ഫോളോ ചെയ്തില്ലേ, പിന്തുടർന്നില്ലേ? The doctor replied, I ran and ran till I reached a friend's house. Immediately I smeared oil all over myself and took a bath. I changed into fresh clothes. The next morning at about 8:30, I took my friend and one or two others to my room to move my things from there. But we found we had little to carry. Some thief had removed most of my things. The room had been cleaned out, but not really. The thief had left behind one thing as a final insult. ദ ഡോക്ടർ റിപ്ലൈഡ്. അതിന് ഡോക്ടർ മറുപടി പറയാണ്, സ്നേക്ക് ഫോളോ ചെയ്തോന്ന് ചോദിച്ചു അല്ലേ. മറുപടി പറയാണ്, ഐ റാൻ ആൻഡ് റാൻ ടിൽ ഐ റീച്ച്ഡ് എ ഫ്രണ്ട്സ് ഹൗസ്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട് എത്തുന്നത് വരെ നിർത്താതെ ഓടി. ഇമ്മീഡിയറ്റ്ലി ഐ സ്മിയർഡ് ഓയിൽ ഓൾ ഓവർ മൈസെൽഫ് ആൻഡ് ടുക്ക് എ ബാത്ത്. അവിടെ എത്തിയ ഉടൻ തന്നെ എന്ത് ചെയ്തു? ഞാൻ
ശരീരം മുഴുവൻ എണ്ണ തേച്ച് ഞാനൊന്ന് കുളിച്ചു. ഐ ചേഞ്ച്ഡ് ഇൻ ടു ഫ്രഷ് ക്ലോത്ത്സ്, ഞാൻ പുതിയ ഡ്രസ്സ് മാറി. ദ നെക്സ്റ്റ് മോർണിംഗ് അറ്റ് അബൌട്ട് 8:30 ഐ ടുക്ക് മൈ ഫ്രണ്ട് ആൻഡ് 1 or 2 others ടു മൈ റൂം ടു മൂവ് മൈ തിങ്സ് ഫ്രം ദർ. അടുത്ത ദിവസം രാവിലെ 8:30 മണിക്ക് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഫ്രണ്ടിനെയും വേറെ 1-2 പേരെയും കൂട്ടിയിട്ട് എൻ്റെ റൂമിലേക്ക് പോയി. എന്തിനായിരുന്നു? എൻ്റെ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റാൻ, അല്ലേ, ഇനി അവിടെ നിൽക്കാൻ പറ്റില്ല. ബട്ട് വി ഹാഡ് ലിറ്റിൽ ടു ക്യാരി. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾക്ക് വളരെ കുറച്ച് മാത്രമേ എടുക്കാനുണ്ടായിരുന്നുള്ളൂ. അതെന്താ കാരണം? സം തീഫ് ഹാഡ് റിമൂവ്ഡ് മോസ്റ്റ് ഓഫ് മൈ തിങ്സ്. ഇയാൾ വാതിലൊക്കെ തുറന്നിട്ടല്ലേ ഓടിയത്. അപ്പോൾ ഏതൊരു കള്ളം വന്നിട്ട് എൻ്റെ ഒരുവിധം എല്ലാ സാധനങ്ങളും അവിടുന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. ദ റൂം ഹാഡ് ബീൻ ക്ലീൻഡ് ഔട്ട്. റൂം ആകെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ബട്ട് നോട്ട് റിയലി. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല. ദ തീഫ് ഹാഡ് ലെഫ്റ്റ് ബിഹൈൻഡ് വൺ തിങ് ആസ് എ ഫൈനൽ ഇൻസൾട്ട്. ഒരു ഫൈനൽ ഇൻസൾട്ട്, ഒരു അപമാനം എന്ന രീതിയിൽ ആ കള്ളൻ ഒരു സാധനം അവിടെ അവശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ നമുക്ക് ചോദ്യം വരുന്നുണ്ട്. എന്താണത്? യെസ്, അത് അവരിൽ ഒരാൾ തന്നെ ചോദിച്ചു. വാട്ട് വാസ് ദാറ്റ്? ഐ ആസ്ക്ഡ്. The doctor said, my worst, the dirty one. The fellow had such a sense of cleanliness. The rascal could have taken it and used it after washing it with soap and water. അല്ലെ, എന്തായിരുന്നു? മൈ വെസ്റ്റ്, എൻ്റെ ഇന്നർവിയർ, അല്ലെ, ദ ഡേർട്ടി വൺ, അതാകെ അഴുക്കായിരുന്നു. ദ ഫെലോ ഹാഡ് സച്ച് എ സെൻസ് ഓഫ് ക്ലെൻലിനെസ്. അപ്പോൾ ചിലപ്പോൾ ആ വന്നിട്ടുള്ള ഫെലോ മീൻസ് ആ ഒരു ആളെന്നാ പറഞ്ഞത്. ആ ആളാരാണ്? തീഫ്, അല്ലെ? വന്നിട്ടുള്ള കള്ളന് ഒരു സെൻസ് ഓഫ് ക്ലെൻലിനെസ്, ഒരു വൃത്തിബോധമുള്ള ഒരാളായിരിക്കണം എന്നാണ് മനസ്സിലാക്കുന്നത്. ദ റാസ്കൽ കുഡ് ഹാവ് ടേക്കൻ ഇറ്റ്. അവൻ ആ റാസ്കലിനെ എന്തുകൂടെ എടുക്കായിരുന്നു, അതും കൂടെ എടുക്കായിരുന്നു. ആൻഡ് യൂസ് ഇറ്റ് ആഫ്റ്റർ വാഷിംഗ് ഇറ്റ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. അത് നന്നായിട്ട് സോപ്പും വെള്ളമൊക്കെ ഉപയോഗിച്ച് കഴുകി ശേഷം ഉപയോഗിക്കായിരുന്നു, അല്ലെ? അതുകൂടെ കൊണ്ടുപോവായിരുന്നു എന്നാണ് ഇയാൾ പറയുന്നത്. ഡിഡ് യു സീ ദ സ്നേക്ക് ദ നെക്സ്റ്റ് ഡേ, ഡോക്ടർ? അടുത്ത ദിവസം നിങ്ങൾ ചെന്നപ്പോൾ ആ സ്നേക്കിനെ അവിടെ കണ്ടോ? ദ ഡോക്ടർ ലാഫ്ഡ്. ഡോക്ടർ ചിരിച്ചു. ഐ ഹാവ് നെവർ സീൻ ഇറ്റ് സിൻസ്. അതിനെ പിന്നീട് കണ്ടിട്ടേയില്ല. ഇറ്റ് വാസ് എ സ്നേക്ക് വിച്ച് വാസ് ടേക്കൺ വിത്ത് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. അതെന്ത് സ്നേക്ക് ആയിരുന്നു? സ്വന്തം ഭംഗി കണ്ട് ഒരു മതിമറന്നൊരു സ്നേക്ക് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വളരെ രസകരമായിട്ടുള്ളൊരു സ്റ്റോറിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.